വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ ഫന്താവൂർ. വയനാട് ദുരന്തത്തിൻ്റെ വേദനകൾ ഉറങ്ങുമ്പോഴും സന്തോഷത്തിൻ്റെ ഒരു കാര്യമാണ് ഇന്ന് പറയാനുള്ളത്. തിരൂരങ്ങാടിയിൽ നിന്നൊരു കുട്ടിയെ കാണാതായ ഒരു സംഭവമാണ്. ഇനായ മെഹ്റിൻ എന്നുള്ള ഒരു വയസ്സുള്ള കുട്ടി. ആ കുട്ടി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആ കുട്ടിയെ കണ്ടെത്തി, കൊൽക്കത്തയിൽ നിന്നായിരുന്നു ആ കുട്ടിയെ കണ്ടെത്തിയിട്ട് ആ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടിരുന്നുണ്ട്. ആ ഉമ്മാക്കുള്ള ആശ്വാസകരമായ ഒരു വാർത്ത കിട്ടിയിരുന്നു. ഇന്ന് സുബഹിയോർ അടുത്ത സമയത്താണ് തിരുരങ്ങാടി പോലീസിനൊക്കെ അവർ എത്തുന്നത്. ഇതാ ഇന്ന് കോടതിയിൽ ഹാജരാക്കി. ഇന്ന് ആ പൊന്നുമ്മാക്ക് ഈ ഒരു മോളെ കിട്ടിയിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, ഭയങ്കരമായുള്ള സന്തോഷത്തിനൊരു വർത്താനം. കാരണം കഴിഞ്ഞ ജൂൺ 24-ന് 25-നും ഈ കുട്ടീനെ ഈ ഉപ്പ കൊണ്ടുപോകണത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു തരി വെള്ളം കുടിക്കാൻ പോലും കഴിയാതെ, ഉറങ്ങാൻ പോലും കഴിയാതെ ആ ഉമ്മ അത്രയും വിഷമത്തിലായിരുന്നു. പ്രാർത്ഥനയല്ലാതെ പോലീസിന് അന്വേഷണം വേറുണ്ട്, ഇവരുടെ കുടുംബക്കാർ അന്വേഷണങ്ങൾ വേറുണ്ട്. ഇതിനിടയിലാണ് ഈ ഒരു വയനാട് ദുരന്തം ഉണ്ടാകുന്ന ഒരു സമയത്താണ്, അന്നൊക്കെ മാധ്യമങ്ങൾ മുഴുവനും ചാനലുകളൊക്കെ വയനാട് ദുരന്തങ്ങൾ മാത്രം കവർ ചെയ്യുന്ന ഒരു സമയത്താണ് ഈ കുട്ടിനെ മലപ്പുറം ജില്ലാ പോലീസിന്റെ കീഴിൽ സ്പെഷ്യൽ സ്ക്വാഡ് കൊൽക്കത്തയിൽ വെച്ച് കണ്ടെത്തുന്നത്. ഇവരുടെ ഫോണൊക്കെ പരിശോധിച്ച് കൃത്യമായിട്ട് ഇവർ ആർക്കൊക്കെ വിളിക്കുന്നു, ഇവരാദ്യം ഇവരെ നിലവിലുള്ള ഫോണൊക്കെ ഒഴിവാക്കിയിട്ട് വിളിച്ചതിന് ശേഷം ഇവർക്ക് വിളിക്കാൻ സാധ്യത ഉള്ളവരുടെ ഫോണുകളൊക്കെ പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു, സൈബർ പോലീസിന്റെ. അങ്ങനെ ഒടുവിൽ സ്ഥലം ലൊക്കേറ്റ് ചെയ്തു. അവിടുന്ന് കൊൽക്കത്ത പോലീസിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ആ പ്രദേശത്ത് നിന്ന് ഈ ഒരു കൊണ്ടുപോയ പിതാവിനെയും കുട്ടിയെയും ഒക്കെ പോലീസ് പിടികൂടുന്നത്. ഇപ്പോൾ ഇവിടെ ഇന്ന് സുബഹിയുടെ സമയത്താണ് അവരിവിടെ തിരുരങ്ങാടി സ്റ്റേഷനിലേക്ക് എത്തുന്നത്. മാഷാ അല്ലാഹ്, വളരെ സന്തോഷമുണ്ട്. അവിടെ എത്തിച്ചിട്ട് കുടുംബക്കാർ മുഴുവനും അവിടെ വന്ന ഉമ്മ മകളെ കണ്ടൊരു നിമിഷമുണ്ട്. അത് നമുക്ക് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റൂല. കാരണം നമ്മൾ ശരിക്കൊന്ന് ചിന്തിച്ച് നോക്ക്. ഒരു ജൂൺ 25 മുതൽ കാണാതായ ഒരു വയസ്സുള്ള ഒരു പെൺകുട്ടി, പാല് കുടിക്കുന്ന ഒരു കുട്ടി, കൊണ്ടുപോയത് തൻ്റെ പ്രിയപ്പെട്ട പാർട്ട്ണർ തന്നെ, പങ്കാളി തന്നെ. എന്തിൻ്റെ പേരിലാണെങ്കിലും, എന്ത് ദുരുദ്ദേശത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു ഉമ്മാക്ക് മോളെ നഷ്ടപ്പെട്ടൊരു വേദന. അവിടെ നിന്ന് അങ്ങോട്ട് ആ തീ തിന്നിരുന്ന കുടുംബം പല തവണ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരില്ല, ഗ്ലൂക്കോസ് കയറ്റി കൊണ്ടുവരലാണ്. വയ്യാണ്ടായിട്ട് കരഞ്ഞിട്ട് എന്നും ജനൽപ്പാളികൾ പിടിച്ച് നോക്കുകയാണ്. എന്തെങ്കിലും മോളേറ്റ് വരുന്നുണ്ടോ, അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടോ, പത്രങ്ങളൊക്കെ നോക്കുകയാണ്. പോലീസിന്റെ വിളി കാത്തിരിക്കുകയാണ്. ഇതിനിടക്കാ വീട്ടുകാർ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നൊക്കെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ട് കാര്യമായിട്ട് അന്വേഷിച്ചു. ഈ പല കേസുകളുണ്ട്. മിസ്സിംഗ് കേസുകൾ സാധാരണത്തെ മിസ്സിംഗ് കേസ് അല്ലത്. കാരണം സാധാരണ മിസ്സിംഗ് കേസ് എന്ന് പറഞ്ഞാൽ കൗമാരക്കാരായ കുട്ടികൾ എന്തെങ്കിലും പ്രണയമോ അല്ലെങ്കിൽ വീട്ടുകാർ ചീത്ത പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളാലൊക്കെ മിസ്സിംഗ് ആവലുണ്ട്. ആ മിസ്സിംഗ് ആയ ആളുകളെ അധികം വൈകാതെ തന്നെ കണ്ടെത്താറുണ്ട്. അവരൊന്നും പൂർണ്ണമായിട്ട് മിസ്സാവലില്ല. ഇത് ഒരു ദിവസം പിതാവ് തന്നെ വന്ന് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത വേദന. കാരണം അന്ന് വന്ന് പറയാണ് കല്യാണത്തിന് പോകാനുണ്ട്, നീ കുട്ടിനെ വേണ്ടി ഡ്രസ്സൊക്കെ ഒരുക്കി കൊടുക്കുക, ആഭരണങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഉമ്മ അത് വിശ്വസിക്കുകയാണ്. പാവം ആ ഭാര്യ വിശ്വസിക്കുകയാണ്. അല്ല, എൻ്റെ ഒക്കെ കൊണ്ടുപോകുന്നല്ലേ, ഞാനും കൂടി വരട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട, എൻ്റെ കൂടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അപ്പം നീയും കൂടി വരാൻ ശരിയാവില്ല എന്ന് പറയുമ്പോൾ ആ നിഷ്കളങ്കയായ ആ ഒരു സ്ത്രീ ഇതൊന്നും ചിന്തിക്കാതെ കുട്ടിനെ ഒരുക്കി കൊടുത്തിട്ട് ഭർത്താവിൻ്റെ കൂടെ, അതൊരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ളത് ആ ഉമ്മ അറിഞ്ഞിട്ടില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അറിയുന്നതാണ് ഈ മൂപ്പരെ കാണാനില്ല. അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടോട്ടിയിലൊരു റെസ്റ്റ് റൂം, ഇതിൽ എന്താ പറയുക, ഒരു ആളുകളൊക്കെ താമസിക്കുന്നിടത്ത് അവരെ കണ്ടു കിട്ടിയത്. അതിന് കൂടെ ഒരു യുവതി കൂടി ഉണ്ട്, അവരെ കൂടെ ഒരു കുട്ടിയും കൂടി ഉണ്ട് എന്നൊക്കെയുള്ള വിഷയങ്ങൾ വന്നു. പിന്നീട് ഒരു രാമനാട്ടുകാരെ പൊങ്ങി. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടൊരു വിവരമില്ല. ഇപ്പോൾ ജൂൺ 25 മുതൽ ഇപ്പോൾ ഇന്നത്രയായി ആഗസ്റ്റ് 4 ആയില്ല. ഇതിനിടയ്ക്ക് 4-5 ദിവസം മുൻപാണ് ഇവരെ കുട്ടിയെ കിട്ടുന്നത്. ആ കുട്ടി ഏതായാലും ഉമ്മ വീഡിയോ കോളിലൊക്കെ കുട്ടീനെ കണ്ടു. കുട്ടി ആകെ ക്ഷീണിതയാണ്. ആ ഉമ്മ സ്റ്റേഷനിൽ നിന്ന് പൊന്നുമോളെ കണ്ട് കിട്ടുന്ന ഒരു നിമിഷം ഈ ഭൂമി ലോകത്ത് ഇതിനോളം വലിയൊരു സൗന്ദര്യവും സന്തോഷവും ഉണ്ടാവുന്ന ഒരു നിമിഷം ഉണ്ടാവില്ല. ഒരിക്കൽ ഹബീബായ നബി ഇതുപോലെ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പുറപ്പെട്ട് പോവാണ്. അപ്പോൾ ആ സന്നാഹങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. അങ്ങനെ പോണ സമയത്ത് ഒരു ഉമ്മ ആ കുതിരക്കുളമ്പടി കേട്ടിട്ട് ഒരു ഉമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിങ്ങോട്ട് മാറിയിരുന്നു വഴിയരികിൽ നിന്ന്. അപ്പോൾ ഹബീബാ നബി പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ഭൂമി ലോകത്ത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം ഉമ്മാക്ക് മക്കളോടുള്ള കാരുണ്യമാണെന്ന്. ആ കുളമ്പടി ശബ്ദം കേട്ടിട്ട് ആ ഉമ്മ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചത് കണ്ടില്ലേ? ഇതിൻ്റെ 10 മടങ്ങിലാണ് അള്ളാഹു തൻ്റെ ദാസന്മാരെ ചേർത്ത് പിടിക്കാറ്. അപ്പോൾ ഒരു ഉമ്മ മക്കളോട് കാണിക്കുന്ന ഒരു കാരുണ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറത്താണ്. അപ്പോൾ ഈ ഒരു പാവ ഉമ്മ എത്ര വിഷമനുഭവിക്കണം. നമ്മൾ എന്തായാലും നമ്മുടെ ഈ ചാനലിൽ കാണുന്ന ആളുകളൊക്കെ മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ കുഞ്ഞിനെ ഒന്ന് കണ്ടു കിട്ടാൻ വേണ്ടി. അതെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ചാനൽ കൊണ്ടുണ്ടാകുന്ന കോട്ടങ്ങൾ നിങ്ങൾക്ക് ഒരു 100 എണ്ണം പറയാണ്ടാവും, ഒരു 10,000 എണ്ണം പറയാണ്ടാവും. പക്ഷേ ഞാൻ നോക്കുന്നത് നന്മയുള്ള രണ്ട്
ഇനങ്ങളിലേക്കാണ്. അതിലൊന്ന് ഈ പ്രാർത്ഥന കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, അതിലെനിക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. നിഷ്കളങ്കരായ ഒരുപാട് പേരെ പ്രാർത്ഥന. ഇന്നും കൂടി ചോദിച്ചിരുന്നേ, ആ കുട്ടിനെ കിട്ടിയെന്നറിഞ്ഞു, ഉമ്മാന്റെ കയ്യിൽ കിട്ടിയോ, ഉമ്മാന്റെ കയ്യിൽ കിട്ടിയെങ്കിലൊന്ന് പറയണം എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ആ കുഞ്ഞിനെ ഉമ്മാന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. അള്ളാഹു ആ കുട്ടിക്കും ഉമ്മാക്കും ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെയൊക്കെ നാട്ടിൽ ഇത്തരത്തിൽ ഇഷ്ടമുള്ള ആൾക്കാരെ കൂടെ ഒളിച്ചോടി പോണ കേസുകൾ ഒരുപാടെണ്ണം വർദ്ധിക്കാൻ. മനുഷ്യൻ എന്തിനാണ് ഇത് അഹങ്കരിക്കുന്നത്? ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ഈ ഭൗതിക സ്വത്തുക്കളൊക്കെ എന്താണ് ഉപകാരപ്പെടുക? ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ആ വീഡിയോയിൽ നിങ്ങൾ കാണുക, വയനാട് ദുരന്തത്തിൽ കിട്ടിയ കാശുണ്ട്, രേഖകളുണ്ട്, സ്വർണ്ണമുണ്ട്, അവകാശികളില്ല. നമ്മൾ ഈ ഒരു കൂട്ടി വെക്കുന്നതൊക്കെ പോവും. നമ്മുടെ ഉള്ളിലെ നന്മ മാത്രമേ ഒടുവിലുണ്ടാവൂ. നമ്മൾ ചെന്ന് കിടക്കേണ്ട ഒരു ഇടണ്ടല്ലോ, ഖബറ്. ആ ഖബറിൽ നമുക്കുണ്ടാവണത് സൽക്കർമ്മങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ കാണുക എത്രത്തോളം നമ്മുടെ സമ്പാദ്യങ്ങൾ നമുക്ക് ഉപകരിക്കുന്നു എന്നുള്ളത്. ഒന്നും ഉപകരിക്കൂല. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമുക്ക് മനസ്സിലാവാണ്. ഇപ്പൊ ഇന്നലെ അവിടെ ഈ ഒരു വയനാട് ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പോഴാണ് ഓരോരുത്തർ രക്ഷപ്പെട്ട ആളുകൾ അവനവന്റെ സ്ഥലം കാണാൻ വരികയാണ്. അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അതിൽ ഷെഫീഖ് എന്ന് പേരുള്ള ഒരാൾ ഇന്ന് വന്നത് ഞാനൊരു ചാനലിൽ കണ്ടു. അദ്ദേഹം പറയാണ്, എൻ്റെ വീട്ടുകാരൊക്കെ രക്ഷപ്പെട്ടു, ഇപ്പൊ വീടിന്റെ സ്ഥലം പോലും കാണാനില്ല, അവിടെ കുറച്ച് ഡ്രസ്സുകൾ കാണാനുണ്ട്, സ്വർണം പോയി, ക്യാഷ് പോയി, എല്ലാം പോയി, ഇനി 1 മുതൽ തുടങ്ങണം. ഇവർക്കിനി ലോൺ കിട്ടുമോ? എത്ര പേരാണെന്നറിയോ ലോൺ എടുത്ത് വീടുണ്ടാക്കിയ ആളുകൾ? അവർക്ക് ഈ ലോൺ അടക്കണ്ടേ? അവരുടെ സ്ഥലം പോലും അറിയണില്ല. അപ്പോൾ മനുഷ്യനെ അഹങ്കരിക്കുമ്പോൾ ചിന്തിക്കുക, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം മിസ്സിംഗ് കേരള എന്ന് പറയുന്ന കേരളത്തിലെ ആളുകളെ മുഴുവൻ കാണാതായ ആളുകളൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാൻ ആ ഗ്രൂപ്പിൽ ഒരു അംഗമാണ്. അതിൽ വന്നൊരു കേസ്, നമ്മുടെ നാട്ടിൽ നിന്ന് പലരും പ്രായപൂർത്തിയാവുക, കല്യാണം ഉറപ്പിച്ച പെണ്ണുങ്ങൾ ഓരോരുത്തരുടെ കൂടെ പോവുക. അതിൽ ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ല കേട്ടോ. അതിലൊക്കെയാണ് എല്ലാ നാനാജാതി മതസ്ഥരുടെ കൂടെ പോകും. ഇവർക്കൊന്നും
ഇവരൊന്നും ചിന്തിക്കണില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരു പടച്ചോന്റെ ഒരു ശിക്ഷ, ഒരു പരീക്ഷണം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത്രയുള്ളൂ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായാൽ പിന്നെ അവൻ ഓടൂല, അവൻ തിരിച്ചു വരും വീട്ടിലേക്ക്. ആ ഓരോ മക്കളും മാതാപിതാക്കളെ തേടുന്നത്, ഓരോ മാതാപിതാക്കളും മക്കളെ തേടുന്ന ചിത്രം കാണാൻ ഇവർക്കൊക്കെ വയനാട് ദുരന്തം ഒന്ന് കാണിച്ചു കൊടുക്കണം. എന്നിട്ട് പറയണം, പൊന്നു മക്കളെ, ഈ ചോരത്തിളപ്പിന്റെ ഈ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു വേർഡ്, ഈ ഒരു സാധനം തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഓട്ടമുണ്ടല്ലോ, ഇത് എവിടം കൊണ്ട് അവസാനിക്കാം? വളർത്തിണ്ടാക്കിയ മാതാപിതാക്കള്, വളർത്തിണ്ടാക്കിയ വീട്ടുകാർ, ഇതൊന്നും വേണ്ടക്ക് ഇപ്പൊ കണ്ട ഇഷ്ടമുള്ള ഒരാളെ കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞ് പോകുമ്പോ ഈ അഹങ്കാരം എവിടെ കൊണ്ട് അവസാനിക്കും? ഇപ്പൊ വയനാട് ദുരന്തത്തിൽ ആളുകൾ പറയാം മാറി താമസിക്കാൻ പറഞ്ഞാലും പറ്റൂല. ഇപ്പൊ ഇതിന് മുൻപ് ഒരു ദുരന്തം ഉണ്ടായിട്ട് മേപ്പാടി ഭാഗത്ത് കുറെ പേര് അവിടുന്ന് സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കും. അതിൽ 6 ലക്ഷം സ്ഥലം വാങ്ങാനും 4 ലക്ഷം രൂപ വീട് വെക്കാനാണ്. എത്ര ഏക്കർ സ്ഥലമുള്ള ആളാണെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായാൽ പിന്നെ ആ ഭൂമിയിൽ നിന്ന് അവർ പോവാണ്. പിന്നെ ഈ സർക്കാർ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവർ മാറി താമസിച്ചാല് ഏക്കർ കണക്കിന് സ്ഥലമുള്ളവനക്കും കിട്ടുക 3 സെന്റ്, ഈ ഒരു ചെറിയ സെന്റ് സ്ഥലമാണ്. ഈ 10 ലക്ഷം കൊണ്ട് എന്ത് വീടുണ്ടാക്കാനാണ്? അങ്ങനെ പോയ ആളുകൾക്ക് ആ കിട്ടിയ വീടിന്റെ മീത് ഉടമസ്ഥാവകാശമില്ല. ആ വീട് ലോൺ വെക്കാൻ പറ്റൂല, വിൽക്കാൻ പറ്റൂല. ഭൂമി ഇല്ലാത്ത ആളുകളായിട്ട് മാറുക. അപ്പൊ നമ്മളൊക്കെ വെറും നിസ്സഹായരാണ് എന്ന് ഒരു ഭാഗത്ത് ഇവിടെ തെളിവുണ്ടാകുമ്പോഴാണ് ഈ ഒരു കഴപ്പ് മൂത്തിട്ട് ആളുകൾ ഇറങ്ങി ഓടുന്നത്. എവിടം വരെ ഓടും? ഇതുപോലൊരു ദുരന്തം ഉണ്ടായാൽ അവസാനിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളൂ നമ്മൾ എന്നുള്ളത് ഒരു തിരിച്ചറിവുണ്ടായാൽ അതോടെ നിൽക്കൂലേ ഈ ഒരു. ഏതായാലും ആ ഒരു സന്തോഷം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ഇന്നും ചോദിച്ചിരുന്നു. അവരെ കിട്ടിയോ? മാഷാ അല്ലാഹ് കിട്ടി. നമ്മൾ ഒരുപാട് അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ആ ഒരു ഉമ്മാക്കും ആ ഒരു കുഞ്ഞിനും ദീർഘായുസ്സും ആഫിയത്തും ഇസ്സത്തും അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.